ഹലോ ഗായ്സ് വെൽസ് മീ ഞാൻ ഫ്രം കേരള. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. സോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇതാണ് സംഭവം. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, ഇത് ഫുള്ള് കാർഡ്ബോർഡാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സോ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്പീക്കർ തന്നെയാണ്. പിന്നെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഡിവൈസും മറ്റു വർഷങ്ങൾ വെച്ചിട്ടുണ്ട്. സോ അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സ് ആണ്. ഓക്കെ, ഞാൻ ചെയ്യുന്ന അതേ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ സർക്യൂട്ട് ഡയഗ്രാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ അവിടെ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം. കുറച്ച് വയർ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു 600 രൂപക്കകത്താണ്. ഓക്കെ, 600 രൂപക്കകത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ 600 രൂപക്ക് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്പീക്കറിനെക്കാട്ടും കുറച്ചുകൂടി ഓഡിയോ ക്വാളിറ്റി ഒക്കെ കിട്ടും, നല്ല ബാസും ഒക്കെ കിട്ടുന്ന ഒരു സ്പീക്കർ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മളിതിൽ ബാറ്ററി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ബാറ്ററിക്ക് പകരം നമ്മളൊരു അഡാപ്റ്ററാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ ഒരു 1 ആമ്പിയർ 5 വോൾട്ട് 1 ആമ്പിയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കാശ് നമുക്ക് ആദ്യം വേണ്ടത് 4 കാർഡ്ബോർഡാണ്. മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും ഞാൻ എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു കാർഡ്ബോർഡിനകത്ത് ഇതേപോലെ റൗണ്ട് ഷേപ്പ് 2 ഹോൾസ് ഇടുക. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പീക്കറിൻ്റെ അതേ സൈസിലുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഓം 10 വാട്ട്സിൻ്റെ സ്പീക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ലൊരു സൗണ്ട് ഒക്കെ കിട്ടുന്ന ഒരു സ്പീക്കർ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ റൗണ്ട് വെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡിനകത്ത് നമ്മുടെ ഈ ഒരു എന്താ പറയുക സ്പീക്കർ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ എംസിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വുഡ് ഫില്ലോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്പീക്കറിന് ഞാൻ ഏകദേശം ഫ്ലിപ്കാർട്ടിൽ അങ്ങനത്തെ നോക്കുമ്പോൾ ഭയങ്കര വിലയാണ് കണ്ടത്. അത് പെയറായിട്ട് കിട്ടുന്നുമില്ല. സോ ഞാൻ അടുത്തുള്ള ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിൽ പോയി കണ്ട് അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ നിന്ന് ഏകദേശം ഒരു 80 രൂപ മാത്രമേ ഇതിനായിട്ടുള്ളൂ. സോ രണ്ടെണ്ണത്തിന് ഇപ്പോൾ 160 രൂപയാണ് 2 സ്പീക്കേഴ്സിനും കൂടി ആയത്. അപ്പോൾ 600 രൂപയിൽ നിന്ന് 160 രൂപ കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ 2 സ്പീക്കറുകൾ നമ്മളിവിടെ ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതേപോലത്തെ കുറച്ച് പീസുകൾ എടുക്കുക. ഇത് നമ്മൾ ആ ഒരു ബോക്സ് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ പീസ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു വലിയ കാർഡ്ബോർഡിലേക്ക് ഈ ചെറിയ കാർഡ്ബോർഡ് പീസുകൾ ഒട്ടിച്ച് വെക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു സ്കെയിലിൻ്റെ ഒക്കെ ഒരു വിധത്തിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നിങ്ങളെ ഒരു യൂസ് ചെയ്യുന്ന എന്താ പറയുക സ്പീക്കറിനൊക്കെ അനുസരിച്ച് അതിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ ഈ ഒരു സ്പീക്കറിന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അധികവും ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നോ വാങ്ങുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ വല്ല ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പിലൊക്കെ പോയി വാങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കൊന്നും കൊടുക്കുന്നില്ല, കാരണം ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര വിലയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു സ്പീക്കർ വാങ്ങുന്ന സമയത്ത് എനിക്ക് ഇത്രയൊന്നും പ്രതീക്ഷയില്ലായിരുന്നു ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള കാര്യം. അപ്പോൾ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ആ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത കാർഡ്ബോർഡ് എടുക്കുക. അതേപോലെ ഒരു കാർഡ്ബോർഡും കൂടി നമ്മൾ ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ നമ്മളൊരു കാർഡ്ബോർഡിൽ കൂടി ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ടും കൂടി കൂട്ടി ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഒട്ടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒട്ടിച്ചെടുക്കുക. അതിന് മുന്നേ നമ്മൾ ഈ ഒരു MP3 പ്ലെയറിൻ്റെ ഡിവൈസ് നമുക്ക് വാങ്ങേണ്ട ആവശ്യമുണ്ട്. ഇതിന് ഏകദേശം 250 രൂപയോളമാണ് വില. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ലോട്ട് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ കാർഡ്ബോർഡിൽ ചെറിയൊരു മാർക്ക് ഇട്ടതിന് ശേഷം അവിടെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്താൽ ഇനി കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതേപോലെ ഒരു സംഭവം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതിവിടെ ഒട്ടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണ് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗ്ലൂ ഗണ്ണ് തന്നെ ആയിരിക്കും എല്ലാത്തിനും ബെറ്റർ. സോ നിങ്ങൾ ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ക്ലിയറായിട്ട് ഒട്ടിക്കുക, കാരണം അത് ചാടിപ്പോരരുത്. അതിന് വേണ്ടിയിട്ട് നല്ല എന്താ പറയുക ഹാർഡായിട്ട് തന്നെ ഒട്ടിക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു പീസ് വെട്ടിയെടുക്കുക. ഓക്കെ, നമ്മളെ പെട്ടിയുടെ അതേ ഷേപ്പിൽ, അതായത് നമ്മൾ പെട്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതില്ലാത്ത രൂപത്തിൽ നിൽക്കുക. നമ്മൾ പെട്ടിയെ ഒരു ഷേപ്പിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പീസ് എടുത്തത്. അതവിടെ ഒട്ടിക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് വുഡ് ഫില്ലാണ്. സോ ഗ്ലൂ ഗണ്ണ് അതിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ട് തന്നെ വുഡ് ഫില്ല് യൂസ് ചെയ്തു. ഇനി നമ്മൾ ഇതേപോലത്തെ ചെറിയ പീസ് എടുക്കുക. അത് ഞാനൊരു സ്കെയിലിൻ്റെ വിധത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതേ നമ്മളെ ഈ ഒരു നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒട്ടിക്കുക, ചെരിച്ചൊട്ടിക്കുക. അങ്ങനെ 4 ഭാഗത്ത് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഷേപ്പ് കിട്ടും.
വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇതേപോലെ അതിന് മുകളിൽ നമുക്ക് ഇനി ഒരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തിട്ട് അത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ ഒട്ടിക്കുക. ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക സർക്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. സോ ഞാൻ അധികം സർക്യൂട്ടിൻ്റെ വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സോ ഞങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം വീട്ടിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ച ഒരു പച്ച സാധനങ്ങൾ കാണുന്നില്ല, അതും കൂടി നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. ഇതൊരു പാം മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം. നിങ്ങൾക്ക് ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊക്കെ ചെയ്ത് വെക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാമാണ്. ചിലപ്പോൾ നമ്മളെ MP3 പ്ലെയറിൻ്റെ വേരിയേഷൻസിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം, എങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ആ ചെറിയ ഒരു ട്രയാങ്കിൾസ് കൂടി സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഹോൾസിൻ്റെ ഭാഗത്ത്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിനുശേഷം ഒരു ഗ്ലൂ നമ്മളെ ഫെവി ഗം എടുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് എടുക്കുക. ആവശ്യത്തിന് മതി. അതിനുശേഷം കുറച്ച് വെള്ളം പോരാ. നമ്മളൊരു ഗ്ലൂ എന്താ പറയുക, ഒരു ലൂസായിട്ടുള്ളൊരു ഗ്ലൂ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ വെള്ളം പാർന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അത് ലൂസായിട്ട് വരും. ഓക്കെ, അധികമൊന്നും വേണ്ട, നമ്മൾ ചെറിയൊരു പെട്ടി എടുക്കാനാണ്. സോ കുറച്ച് മതി. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ആ പെട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലൂ. അതിനുശേഷം കുറച്ച് പേപ്പർ എടുത്തതിന് ശേഷം പേപ്പറുകൾ അതിന് വെച്ച് കൊടുക്കുക. അതിനുശേഷം എൻ്റെ മുകളിൽ കൂടെ വീണ്ടും അങ്ങനെ ആക്കുമ്പോൾ അതിനെ പറ്റി പിടിക്കും. നമ്മൾ ഇതിന് മുന്നേ സ്റ്റോൺ ബ്രേക്കർ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ ഫുള്ള് പേപ്പർ കൊണ്ട് കവർ ചെയ്തതാണ്. അതൊക്കെ ഈ ഒരു ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അത് തയ്യാറായി തുടങ്ങി. നിങ്ങൾ ഈ ഒരു പെട്ടി മുഴുവൻ കവർ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ ആ ട്രയാങ്കിൾ വരുന്ന ഭാഗത്തൊക്കെ ശ്രദ്ധിച്ച് കുറച്ച് ടൈം എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ വൃത്തി കാണില്ല. ഞാനിപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാനത് അത്യാവശ്യം നേരം എടുത്ത് ചെയ്യേണ്ട പണി തന്നെയാണ്. പിന്നെ നിങ്ങൾ ആ ഒരു എന്താ പറയുക, ആ MP3 മൊഡ്യൂളും അതുപോലെ ആ ഒരു എന്താ പറയുക, ആ ഒരു വോളിയം കൺട്രോളറൊക്കെ എന്തെങ്കിലുമൊക്കെ സെല്ലോ ടേപ്പോ മാസ്ക് ടേപ്പൊക്കെ വെച്ച് അടക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ബ്ലൂ ആവില്ല. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റൊന്നും ആവാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ചെയ്യാം, വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യുന്ന പോലെ ആ ട്രയാങ്കിളിൻ്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ചെറിയ ചെറിയ പേപ്പർ ചെറിയ ചെറിയ കഷ്ണം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ പേപ്പർ മുഴുവനായിട്ട് ഒന്ന് വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഇതേപോലെ വരും. അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നി. അതിനുശേഷം നമ്മൾ ഇതിനൊരു ഡിസൈൻ വർക്ക് എന്ന വിധത്തിൽ ഇങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മളെ ഷേപ്പ് കാർഡ്ബോർഡിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അടുത്ത പണി എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു MP3 മൊഡ്യൂളുകളൊക്കെ ഒരു സെല്ലോ ടേപ്പ് ഒരു വലിയൊരു ഇൻസ്ട്രക്ഷൻ ടേപ്പ് പൊട്ടിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു മാറ്റ് എന്താ പറയുക, ഒരു ബ്രൗണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കളറിൽ എന്ന് പറയുമ്പോൾ ആ പേപ്പറിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ട്രാൻസ്ഫർ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സെമി ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മളൊരു സ്റ്റെയിനർ യൂസ് ചെയ്യുന്നുണ്ട്, വുഡ് സ്റ്റെയിനർ. ഓക്കെ, അത് റെഡാണ് യൂസ് ചെയ്യുന്നത്. റെഡല്ല, റെഡ് ബ്രൗൺ എന്ന് പറഞ്ഞ കളറാണ്. ഓക്കെ, അതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെയിൻറ്റിങ് ജോബും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡിൽ ഫുള്ളായിട്ട് ഇടണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ ആ ഒരു സാധനം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനൊരു മഞ്ഞ കളർ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കളർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ യൂസ് ചെയ്യാം. കുറച്ചുകൂടി ഭംഗിയുണ്ടാകുന്നത് വൈറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട് വുഡ് ഫില്ലാണ് യൂസ് ചെയ്യുന്നത്. വുഡ് ഫില്ല് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മളതിൽ ഒട്ടിക്കാം. ഓക്കെ, അത് ഒട്ടിച്ച് കഴിഞ്ഞു. പണി കഴിഞ്ഞു, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ക്ലിപ്സൊക്കെ കണ്ടു നോക്കാം.
these walls, fighting to create a song. FM mode, AUX mode, Bluetooth mode. Paired. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. Power off. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിലും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നോക്കുക, ഞാനിന്ന് വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണും. അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുമെന്ന് പ്രതീക്ഷയോടെ മീനി ആൽഫ്രം കേരള സൈനിങ് ഔട്ട്.